നമസ്കാരം. വൺ സെക്കൻഡ് മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ യോനോ SBIയിൽ എങ്ങനെ നമുക്ക് നമ്മുടെ ATM കാർഡ് ഡീറ്റെയിൽസ് മാത്രം ഉപയോഗിച്ച് നമുക്ക് സ്വന്തമായിട്ട് വെറും 5 മിനിറ്റിൽ SBI യോനോയുടെ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും എന്നാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക, കൃത്യമായ ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി. അപ്പം ഏറ്റവും പുതിയ പ്രൊസീജിയറാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം യോനോ SBI എന്നൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് യോനോ SBIയുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. യോനോ SBI ബാങ്കിങ് ആൻഡ് ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇത് കൂടെ ഒരു ആപ്ലിക്കേഷൻ കിട്ടും. അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേനും ഈ ഒരു ആപ്ലിക്കേഷനിൽ ആദ്യം തന്നെ ചോദിക്കുന്നത് നിങ്ങൾ എക്സിസ്റ്റിംഗ് SBI കസ്റ്റമർ ആണോ അതോ ന്യൂ ടു SBI എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് SBIയിൽ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ എക്സിസ്റ്റിംഗ് SBI കസ്റ്റമർ എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങളോട് സിം സെലക്ട് ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ഏത് സിമ്മാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ ഒരു സിം തന്നെ സെലക്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ അത് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരെണ്ണം സെലക്ട് ചെയ്തു, സിം 1 എന്ന് പറഞ്ഞത്. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിച്ചിരിക്കുന്ന ആ സിം സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സിം 1 ആണെങ്കിൽ സിം 1 സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം അവർ വെരിഫൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഒരു മെസ്സേജ് നമ്മുടെ സിമ്മിൽ നിന്ന് പോകുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും മെസ്സേജ് ഓഫർ നിങ്ങളുടെ സിമ്മിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് മെസ്സേജ് പോവുകയുള്ളൂ. ഇൻ കേസ് മെസ്സേജ് ഓഫർ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചെറിയൊരു ടോപ്പപ്പ് ചെയ്യുക. അതിനുശേഷം ഇത് ട്രൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ അത് സിം വെരിഫൈ ആകുന്നതായിരിക്കും. വെരിഫൈ ആയതിനു ശേഷം ഇവിടെ പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അതിനുശേഷം നിങ്ങളോട് ചോദിക്കും യോനോ രജിസ്റ്റർ ഫോർ യോനോ വിത്ത് മൈ ATM കാർഡ്. അതുപോലെ തന്നെ സെക്കൻഡ് ഓപ്ഷനാണ് രജിസ്റ്റർ വിത്ത് അക്കൗണ്ട് ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ എല്ലാവരുടെയും കയ്യിലുള്ള ATM കാർഡ് എല്ലാവരുടെയും കയ്യിലുണ്ടാകും. അപ്പോൾ ATM കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് യോനോയിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ചോദിക്കും. കൃത്യമായിട്ട് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ഈ ഒരു കലണ്ടറിൽ ക്ലിക്ക് ചെയ്തിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഓപ്ഷൻ നമുക്ക് ആവശ്യമില്ല. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ID അതുപോലെ തന്നെ ഒരു OTP വരും. നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP ഇവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ ഇവിടെ നിങ്ങളോട് സെലക്ട് ട്രാൻസാക്ഷൻ റൈറ്റ്സ് ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ യോനോ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് എല്ലാ ട്രാൻസാക്ഷൻസും നിങ്ങൾക്ക് ചെയ്യാൻ പെർമിഷൻ ആണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ ട്രാൻസാക്ഷൻ റൈറ്റ്സ് ഫുള്ള് എന്നതാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഫുള്ള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസാക്ഷൻസ് മിനി സ്റ്റേറ്റ്മെൻറ്റ് കാണാനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഫണ്ട് അയക്കാനും ബിൽ പേയ്മെൻറ്റ്സ് ചെയ്യാനും എല്ലാ ട്രാൻസാക്ഷൻസും ഈ ഒരു ഫുള്ള് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ നിങ്ങളുടെ ATM കാർഡിൻ്റെ ലാസ്റ്റത്തെ 6 ഡിജിറ്റ് ചോദിക്കുന്നുണ്ട്. ഇവിടെ തെറ്റാതെ നിങ്ങളുടെ ATM കാർഡിൻ്റെ ലാസ്റ്റത്തെ 6 ഡിജിറ്റ് എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ നിങ്ങളുടെ ATMൻ്റെ സീക്രട്ട് പിന്ന് 4 അക്ക പിന്ന് ചോദിക്കുന്നുണ്ട്. ആ പിന്ന് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പിന്ന് ബാക്കി ആരോടുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേനും നിങ്ങളോടൊരു യൂസർ നെയിം പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ഓരോ ടൈം ലോഗിൻ ചെയ്യുന്ന സമയത്തും ഈ ഒരു യൂസർ നെയിമും പാസ്വേഡ് നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി. അതല്ലാതെ MPIN വഴിയും നമുക്ക് കയറാം. പക്ഷേ ഈ ഒരു യൂസർ നെയിമും പാസ്വേഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓർത്തിരിക്കുന്ന നല്ലൊരു യൂസർ നെയിം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക മറന്നു പോകുന്നവരാണെങ്കിൽ. അതുപോലെ തന്നെ ഒരു പാസ്വേഡും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പാസ്വേഡ് അടിക്കുമ്പോൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. നിങ്ങൾ ഉണ്ടാക്കുന്ന പാസ്വേഡ് ഒരു ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, അതുപോലെ തന്നെ കുറച്ച് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, അതായത് എബിൻ എന്നെഴുതുമ്പോൾ ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സ്മോൾ ലെറ്റേഴ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സ്പെഷ്യൽ ക്യാരക്ടറായ അറ്റ്, ആൻഡ് അല്ലെങ്കിൽ സ്ലാഷ്. അപ്പോൾ അതിൻ്റെയൊക്കെ കൂട്ടത്തിൽ ഏതെങ്കിലും ഡിജിറ്റ്സ് ഉണ്ടായിരിക്കണം. 1 2 3 അതുപോലെ എന്തെങ്കിലും ഡിജിറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായ ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ താഴെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നോക്കി നല്ല സ്ട്രോങ് ആയിട്ടൊരു പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതേ സെയിം പാസ്വേഡ് തന്നെ താഴെയും കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. അതിനുശേഷം കൺഫേം ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ യോനോ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഒരു ടിക്ക് മാർക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഒരു സെറ്റ് MPIN എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഓരോ തവണയും നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു MPIN സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു 6 അക്കമുള്ള ഒരു പിൻ മാത്രം എൻ്റർ ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് യൂസർ നെയിം പാസ്വേഡും വീണ്ടും അടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ MPIN ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു ഇൻസ്ട്രക്ഷൻ ഒന്ന്
ടിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ ഇവിടെ ഒരു എംപിൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 6 അക്കമുള്ള ഒരു എംപിൻ എൻട്രി ചെയ്ത് കൊടുക്കുക. ആ സെയിം എംപിൻ താഴെയും എൻട്രി ചെയ്ത് കൊടുക്കുക, സെയിം പിൻ. അപ്പോൾ ആ ഒരു പിന്നും നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക, മറന്നു പോകാതെ ഒരു നല്ല പിൻ. ഒന്നുകിൽ 5, 7, 8, 9, 10 അങ്ങനെ ഏതെങ്കിലും ഒരു 6 അക്കമുള്ള ഒരു ഡിജിറ്റ്സ് ആയിട്ടുള്ള ഒരു പിൻ. അപ്പോൾ അത് എൻട്രി ചെയ്തതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ എംപിനും ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും ഫ്രണ്ട് പേജിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ 3 ഓപ്ഷൻസ് ആണ് കിട്ടുന്നത്: വ്യൂ ബാലൻസ്, ലോഗിൻ, ക്വിക്ക് പേ എന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്കിവിടെ ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി ലോഗിൻ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലോഗിൻ ചെയ്താണ് നമുക്ക് ആപ്ലിക്കേഷൻ്റെ അകത്തേട്ട് കയറാൻ സാധിക്കുന്നത്. നമുക്കിവിടെ 2 രീതിയിൽ ലോഗിൻ ചെയ്യാം. ഒന്നുകിൽ എംപിൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ യൂസർ ID ഉപയോഗിച്ച്. എംപിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു 6 അക്കമുള്ള ഡിജിറ്റ്സ്. അപ്പോൾ ആ ഒരു ഡിജിറ്റ്സ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് ഒന്നെങ്കിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഞാനിവിടെ ജസ്റ്റ് എക്സാമ്പിളാണ് എൻ്റർ ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഡിജിറ്റ്സ് എൻ്റർ ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് കയറാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ യൂസർ ID എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ ആ യൂസർ നെയിമും പാസ്വേഡും ഇവിടെ അടിച്ചു കൊടുത്ത് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. യോനോ പേ, യോനോ ക്യാഷ്, ഡെപ്പോസിറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ലോൺസ്, കാർഡ്സ്, ഇൻഷുറൻസ്, അതുപോലെ തന്നെ ബെസ്റ്റ് ഓഫേഴ്സ്, ഷോപ്സ്, ഓർഡേഴ്സ്, ഇതെല്ലാമാണ് ഹോം പേജിൽ കിട്ടുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്. ആർക്ക് വേണമെങ്കിലും ഈ വീഡിയോ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തിട്ടാണെങ്കിലും കണ്ട് മനസ്സിലാക്കി ATM കാർഡിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ നമ്പർ, രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും ഉണ്ടെങ്കിൽ വളരെ അനായാസമായിട്ട് യോനോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.